ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പാണ് ഇന്ന് നടക്കുന്നത്. വിജയപ്രതീക്ഷയോടുകൂടി തന്നെയാണ് മൂന്നാം ഘട്ടത്തിൽ NDAയും ഇന്ത്യ സഖ്യവും പോരടിക്കുവാൻ പോകുന്നത്. 2019 തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഒന്നാം ഘട്ടത്തിലെയും രണ്ടാം ഘട്ടത്തിലെയും വോട്ട് ഷെയറിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ വോട്ട് ഷെയർ കുറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് അസഹ്യമായ ചൂടും തെരഞ്ഞെടുപ്പ് നടക്കുന്നതിലെ ദൈർഘ്യവും വോട്ടർ പട്ടികയിലെ ചില വ്യത്യാസങ്ങളും ഒക്കെ തന്നെയാണ്. എന്തായാലും എല്ലാത്തിനെയും മറികടന്നുകൊണ്ട് ഒന്നും രണ്ടും ഘട്ടം തെരഞ്ഞെടുപ്പ് അവസാനിച്ചിരിക്കുന്നു. ഇന്ന് മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പാണ് നടക്കുവാൻ പോകുന്നത്. 2019 69.4% വോട്ടുകൾ നടന്നെടുത്ത് 2024 66.1% ഒന്നാം ഘട്ടത്തിൽ നടന്നത്. രണ്ടാം ഘട്ടത്തിലാകട്ടെ 69.2% നടന്നെടുത്ത് 66.7%. ഇനി മൂന്നാം ഘട്ടത്തിൽ എന്താണ് നടക്കുവാൻ പോകുന്നത്? 120ഓളം സ്ത്രീകൾ ഉൾപ്പെടെ 1300-ലധികം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. 11 കോടിയിലധികം ആളുകൾക്ക് വോട്ട് ചെയ്യാൻ അർഹതയുണ്ട്. കേന്ദ്രമന്ത്രിയായ അമിത്ഷാ, ജ്യോതിരാദിത്യ സിന്ധ്യ, മൻസുഖ് മാണ്ഡവ്യ, മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിമാരായ ശിവരാജ് സിംഗ് ചൗഹാൻ, ദിഗ്വിജയ് സിംഗ് എന്നിവരും പ്രധാന സ്ഥാനാർത്ഥികളാണ്. 12 സംസ്ഥാനങ്ങളിലെ 93 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് ഇന്ന് മൂന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. മൂന്നാം ഘട്ടത്തിൽ 94 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യം പ്രഖ്യാപിച്ചിരുന്നത്. ഇതിനുശേഷം ബത്തൂളിലെ തെരഞ്ഞെടുപ്പ് മെയ് 7 മാറ്റി. അങ്ങനെ 95 മണ്ഡലങ്ങളിലായി. ഇന്ന് വോട്ടെടുപ്പ് നടക്കേണ്ട സൂറത്തിൽ BJP സ്ഥാനാർത്ഥിയെ എതിരില്ലാതെ തിരഞ്ഞെടുക്കുകയും അങ്ങനെ മൂന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന സീറ്റുകളുടെ എണ്ണം 93 കുറയുകയും ചെയ്തു. 120 സ്ത്രീകളടക്കം 1300 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ഈ ഘട്ടത്തിൽ 11 കോടിയിലധികം ആളുകൾ വോട്ട് ചെയ്യുമ്പോൾ അത് ആർക്ക് അനുകൂലമായ വിധിയാണ് എഴുതുവാൻ പോകുന്നതെന്ന് പരിശോധിക്കേണ്ടതായുണ്ട്. ഗുജറാത്തിലെ 25 സീറ്റുകൾ, മഹാരാഷ്ട്രയിലെ 11 സീറ്റുകൾ, ഉത്തർപ്രദേശിലെ 10 സീറ്റുകൾ, കർണാടകയിലെ 14 സീറ്റുകൾ, ഛത്തീസ്ഗഡിലെ 7, ബീഹാറിലെ 5, അസമിലെയും പശ്ചിമ ബംഗാളിലെയും 4, ഗോവയിലെ 2 എന്നിങ്ങനെയാണ് വോട്ടെടുപ്പ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, സിവിൽ ഏവിയേഷൻ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ, ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിമാരായ ശിവരാജ് സിംഗ് ചൗഹാൻ, ദിഗ്വിജയ് സിംഗ് എന്നിവരാണ് ഇതിലെ പ്രധാന താരങ്ങൾ. മുതിർന്ന NCP നേതാവ് ശരത് പവാറിന്റെ മകൾ സുപ്രിയ സുലെയും, മഹാരാഷ്ട്രയിലെ ബറോമിയിലെ ഫാമിലി പോക്കറ്റ് ബെറോസിയിൽ നിന്നുള്ള പവാറിന്റെ മരുമകനും മഹാരാഷ്ട്രയിലെ ഉപമുഖ്യമന്ത്രിമാരായ അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാറും തമ്മിലുള്ള പോരാട്ടവും ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഉത്തർപ്രദേശിൽ മെയിൻപൂരി ലോക്സഭാ സീറ്റ് നിലനിർത്താൻ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിന്റെ ഭാര്യ ഡിംപിൾ യാദവ് പോരാടുകയാണ്. കർണാടകയിലെ മുൻ മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മയും ഇന്ന് വിധിയെഴുതുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഗാന്ധിനഗർ ലോക്സഭാ സീറ്റിന് കീഴിലുള്ള അഹമ്മദാബാദ് നഗറിൽ വോട്ട് രേഖപ്പെടുത്തി. 2019 93 സീറ്റിൽ 72 സീറ്റുകൾ BJP നേടിയപ്പോൾ കോൺഗ്രസിന് 5 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. കർണാടകയിൽ 14 സീറ്റുകളും BJP തൂത്തുവാരി. അന്ന് സംസ്ഥാനം ഭരിക്കുകയും സഖ്യത്തിലായിരിക്കുകയും ചെയ്യുന്ന കോൺഗ്രസിനെയും JDSനെയും പരാജയപ്പെടുത്തി. എന്നാലും ഇത്തവണ കർണാടകയിലെ സഖ്യകക്ഷിയായ JDS സ്ഥാനാർത്ഥി പ്രജ്വൽ രേവണ്ണ ഉൾപ്പെട്ട ലൈംഗിക ആരോപണത്തിൽ BJP ജാഗ്രതയിലാണ്. ഈ ഘട്ടത്തിന് ശേഷം ലോക്സഭയിലെ 543 സീറ്റുകളിൽ 283 എണ്ണത്തിലും വോട്ടെടുപ്പ് പൂർത്തിയാകും. അടുത്ത 4 ഘട്ടത്തിൽ മെയ് 13, മെയ് 20, മെയ് 25, ജൂൺ 1 തീയതികളിലായിരിക്കും വോട്ടെടുപ്പ് നടക്കുക. എന്തായാലും വലിയ പ്രതീക്ഷയോടുകൂടി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന NDAയും ഇന്ത്യ സഖ്യവും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഉള്ളത്. ആരോപണ പ്രത്യാരോപണങ്ങളിൽ പരസ്പരം പോരടിക്കുകയാണ് ഇരു കൂട്ടരും. ഇനി ജനം തീരുമാനിക്കണം ആര് അധികാരത്തിൽ വരണം എന്നുള്ളത്.